ലോക്സഭാ ഇലക്ഷൻ ഞാനും അഞ്ച് ദിവസം കൂടി ആലപ്പുഴ ജില്ലയിൽ കുറച്ച് പേരെ കാണാൻ പോയി. പണക്കാരെ, കച്ചവടക്കാരെ, സാമാന്യ വലിയ കച്ചവടക്കാരെ, ബിസിനസ്സുകാരെ എന്നെ കാണാൻ പോയിട്ടുണ്ട്. കാണാൻ പോയപ്പോൾ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുമുണ്ട്. 1000 പേരൊന്നുമല്ല, ഒരു 10-15 പേരെ. ആലപ്പുഴയിൽ ഞങ്ങളുടെ പണം പിരിക്കാൻ പോയാൽ അവിടുത്തെ വലിയൊരു വ്യവസായ പ്രമുഖനാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തെയും കാണാൻ ഞങ്ങൾ പോയിട്ടുണ്ട്. ഞങ്ങൾ പോയി കാര്യമൊക്കെ പറഞ്ഞു, രാഷ്ട്രീയവും പറഞ്ഞു. ലാസ്റ്റ് ചോദിച്ചു, വിരോധമില്ലെങ്കിൽ ഒരു ചെറിയ സംഭാവന തന്നാൽ കൊള്ളാമെന്ന് ഞങ്ങൾ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എത്രയാണ് വേണ്ടെന്ന് ചോദിച്ചു. സൗഹാർദ്ദപരമായിട്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞു, അങ്ങനെയൊന്നും ഞങ്ങൾ അങ്ങോട്ടൊന്നും ഏൽപ്പിച്ചിട്ടില്ല, തിരിച്ച് ചോദിക്കാൻ വേണ്ടി. ആരോടും അങ്ങനെ ചെയ്യാറില്ല. സി പി ഐക്ക് അറിയാൻ ഞങ്ങൾ ആരെയും ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത്ര വേണം എന്ന് പറയാൻ സി പി ഐക്ക് അറിയില്ല. പിന്നെ വഴിവിട്ട ഒരു സഹായവും പ്രതീക്ഷിക്കേണ്ട സി പി ഐയുടെ ഭാഗത്ത് നിന്ന്. വഴിവിട്ട സഹായങ്ങൾ സി പി ഐ ചെയ്യില്ല. അതുകൊണ്ട് പകരമായിട്ട് ഇത് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫണ്ട് പിരിവ് സി പി ഐക്കില്ല. അത് ഞങ്ങൾ അന്നും പറഞ്ഞു, അത് ഞങ്ങളറിയാമല്ലോ. അതുകൊണ്ട് ആകാവുന്ന പോലെ ഒരു സംഖ്യ തരിക, സംഭാവന തരിക എന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഒന്നാണെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഒന്നെങ്കിൽ ഒന്ന്. ഒരു ബാർഗെയിനിങ് ഉണ്ടായില്ല. അത് അകത്തേക്ക് പോയി. ചിരിച്ചുകൊണ്ടാണ് പോയത്. അദ്ദേഹം ചിരിച്ചുകൊണ്ടത് തിരിച്ചു വന്നു. വന്നിട്ട് ചെറിയൊരു പേപ്പറിലെ പൊതിയാണ്, പത്രക്കടലാസ്, ഒരു പൊതി കൊടുത്തേക്കില്ല തന്നു. എത്ര ഉണ്ടെന്ന് അറിയാമെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, അറിയില്ല. 1 അല്ല 2 അല്ല, അത് 3 ലക്ഷം ഉണ്ടെന്ന് പറഞ്ഞു. സന്തോഷം, ഞങ്ങൾ മേടിച്ചു. ഇത് സംഭവിച്ച കാര്യമാണ്. ഇത് ഞാൻ പറയാൻ കാര്യം, മിനിഞ്ഞാന്നോ മറ്റോ ഒരു പേപ്പറിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, സി പി ഐക്കാർ വന്ന് കാശ് മേടിച്ചുകൊണ്ട് പോയി. അങ്ങനെ കാശ് മേടിച്ചിട്ട് മുങ്ങുന്ന പാർട്ടിയല്ല സി പി ഐ. കാശ് മേടിച്ചെങ്കിൽ മേടിച്ചു എന്ന് പറയും. ഇലക്ഷനുകൾക്ക്, സമ്മേളനങ്ങൾക്ക് സി പി ഐ ഫണ്ട് പിരിച്ചിട്ടുണ്ട്. ആ ഫണ്ടിൻ്റെ കണക്കുണ്ട്, ആ ഉത്തരവാദിത്വമുണ്ട്. അല്ലാതെ അതാരും കമ്മില്ല, വിഴങ്ങില്ല. അതിന് പകരമായിട്ട് ഒരു തോന്നിയവാസവും ചെയ്യാൻ വേണ്ടി ആരെയും തുണയ്ക്കാനും പോകുന്നില്ല. ഇതാണ് സി പി ഐയുടെ ഫണ്ട് പിരിവ്. അത് പറയാൻ കാര്യം, ഇത്തരം ആൾക്കാരൊക്കെയുള്ള സമൂഹമാണ്. അദ്ദേഹത്തോട് എല്ലാം ആദരവോടെ ഞാൻ പറയട്ടെ, ഇതായിരിക്കും സി പി ഐയുടെ ഫണ്ട് പിരിവ്. ആ ഫണ്ട് പിരിവിൻ്റെ മാർഗത്തെപ്പറ്റി സംശയങ്ങൾ ഒരു സഹാവിനും വേണ്ട. നമുക്ക് ഈ വഴിക്ക് പോകാൻ പറ്റും. ആ വഴിയെ പോകുമ്പോഴത്തേക്കും ജനങ്ങൾക്ക് സി പി ഐയോട് മതിപ്പുണ്ടായിട്ടുകൊണ്ട് ഫണ്ട് കിട്ടുകയും ചെയ്യും. ചീത്ത വഴിക്കല്ലാതെ പോയാൽ, അങ്ങനെ ചീത്ത വഴിക്ക് പോകാത്ത പാർട്ടിക്ക് ഈ സമൂഹത്തിൽ മാന്യമായ ഒരു ഫണ്ട് കിട്ടും. നമുക്കത് മതി. ആ ഫണ്ട് മതി. ആ ഫണ്ട് കൊണ്ട് നാം പാർട്ടി പ്രവർത്തിക്കും, ഇലക്ഷൻ മത്സരിക്കും, നാം ജയിക്കുകയും ചെയ്യും. ഇതാണ് സി പി ഐ നിലപാട്. അതുകൊണ്ട് എല്ലാ സഖാക്കൾക്കും ബോധ്യം വേണം, ഫണ്ട് പിരിക്കുക എന്ന് പറയുന്നത് ആർക്കാണോ ഭയമുള്ളത് അവരെല്ലാം ചുറ്റും നിൽക്കാൻ പറഞ്ഞു. പണ്ടിലാണ് ഒരു കഥാപാത്രം പുരാണത്തിൽ, അതുപോലെ പറയുകയാണ് ഇപ്പോൾ ഒരു നേതാവ് കേരളത്തിൽ. എല്ലാവരും ചുറ്റും നിൽക്കുക, പേടിയില്ല എന്ന് പറയുന്നു. ആ പേടിയില്ലെന്ന് പറയുമ്പോൾ തന്നെ എന്തൊരു പേടിയില്ലേ? അത്തരം പേടിയൊക്കെ രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പറ്റാത്ത പേടിയാണ്. നേരത്തെ വിജിലൻസ് അന്വേഷണം നടത്തുകയും യാതൊരുവിധ തെളിവുകളില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തൊരു കേസാണ്. ഇപ്പോൾ പാർട്ടിയും സർക്കാരും പ്രതിരോധത്തിലായിരിക്കുന്ന നിരവധി വിഷയങ്ങളുള്ളപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നത് അതിനെ കുറയ്ക്കാനാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അത് ഒരു കണക്കിന് ശരിയല്ലേ? പ്രതിപക്ഷ ആരോപണമല്ലേ? പ്രതിപക്ഷം ആരോപിക്കണ്ടേ? പക്ഷെ പ്രതിപക്ഷം കാണിക്കുന്ന അങ്കലാപ്പത്തിന് പ്രതിപക്ഷത്തിന് എല്ലാവർക്കും ഒരേപോലെ അങ്കലാപ്പുണ്ടായി തോന്നുന്നു. പ്രതിപക്ഷമാകത്ത് തന്നെ കാര്യഗതരാണ്, ഭയപ്പെട്ട് അവർ നിൽക്കുകയാണ്. ആ ഭയപ്പാട് അറിയിക്കുന്നത് എന്തെല്ലാമോ കാര്യങ്ങൾ അവർക്ക് ഭയമുണ്ടാക്കുന്നുണ്ടെന്നാണ്. തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഇത് വന്ന ഒരു ഇലക്ഷൻ സ്റ്റണ്ടാണെന്നാണ് അവരുടെ പറയുന്നത്. കാര്യമില്ലല്ലോ. എൽ ഡി എഫിന് സ്റ്റണ്ടിൻ്റെ കാര്യമൊന്നുമില്ല. എൽ ഡി എഫിന് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ഒരു സ്റ്റണ്ടും വേണ്ട. ജനങ്ങളെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മുമ്പോട്ട് പോകാൻ നല്ല ഉറപ്പുണ്ട് എൽ ഡി എഫിന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേറെ ഗൗരവമേറിയ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ദൗത്യങ്ങളും പൂർത്തിയാക്കാനുണ്ട്. അതുകൊണ്ട് നിസ്സംശയം പറയട്ടെ, വെള്ളാപ്പള്ളിയുമായി ഒരു തർക്കത്തിനും വഴക്കിനും ഞങ്ങളില്ല.
നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ ആരംഭിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് വേറെ ഗൗരവമേറിയ രാഷ്ട്രീയ ദൗത്യം പൂർത്തീകരിക്കാനുണ്ട്. അതിനിടയ്ക്ക് വെള്ളാപ്പള്ളിയുമായിട്ട് തർക്കത്തിൽ വരാൻ നേരെ സീറ്റ് വയ്ക്കുന്നത്